പെരുന്നാളിന്റെ കുട്ടി വിശേഷം കൊണ്ടാണ്. വല്യമ്മ അവിടെ ഇല്ല, അതുകൊണ്ടാണ് ഒച്ചപ്പാടൊന്നും കേൾക്കാത്തത്. അപ്പൊ ഇന്ന് മൈലാഞ്ചിയുടെ അങ്ങനത്തെ കുറച്ചൊക്കെ കാര്യങ്ങളാണ്. വല്യമ്മല്ലാത്ത പെരുന്നാൾ ഡ്രസ്സും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ കാണാൻ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വീഡിയോ ഒക്കെ പോവാം. നമ്മൾ മൈലാഞ്ചി ഇടുകയാണെങ്കിൽ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞിട്ട് കാണാം. എൻ്റെ അമ്മയാണ് മൈലാഞ്ചി ഇടുന്നത്. അപ്പൊ ആദ്യം ഞാൻ പറയും സോറി, ഞാൻ ഉറങ്ങിപ്പോയി. ഇതാണ് എൻ്റെ മൈലാഞ്ചി. ഇതൊന്ന് കൊണ്ടിവിടെ ഇട്ടിട്ട് അതേപോലെ തന്നെ ഇത് അടിയിലൊന്നുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ എന്താണ് ഒരു കുഞ്ഞ് ഡിസൈന്, പിന്നെ ഇവിടെ ഡിസൈന് ഇത് ഇട്ടിട്ടുള്ളൂ. ഞാൻ ഉറങ്ങിപ്പോയിട്ടാണ്, അതുകൊണ്ടാണ്. ഇപ്പം ഞാൻ എൻ്റെ അമ്മനെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ളി കഴിച്ചാൽ വെള്ളുള്ളി കഴിക്കാൻ ഹെൽപ്പ് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ. അപ്പോൾ ഞങ്ങൾ വെക്കുന്നത് മന്തിയാണ്. ഇപ്പച്ചാണെങ്കിൽ എന്താണ് പള്ളിക്കൊക്കെ പോയിക്കാണ്. ഇമ്മയാണെങ്കിൽ ഇവിടെ മന്തി വെക്കുകയാണ്. ഞാൻ അമ്മനെ ഹെൽപ്പ് ചെയ്യാണ്. എൻ്റെ താത്ത ബീതി ഉറങ്ങുകയാണ്, എൻ്റെ ലൂലു ഉറങ്ങുകയാണ്. ഹെൽപ്പ് മൈൻഡുള്ള ആളാണ് ഞാൻ. അപ്പം ഞാൻ ഇനി കൂടുതൽ നേരം വെക്കണില്ല. ഞാൻ ഉള്ളി തൊടിച്ചിട്ട് ഉമ്മ ഷിനൊട്ടിയൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ മറന്നുപോയി വീഡിയോ എടുക്കാൻ, അതുകൊണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞിട്ടാണ് ഓർമ്മിക്കുന്നത്. ഇതാ ഇന്നത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാ ഞങ്ങളെ മന്തി, ഇതാ പിന്നെ ഇതാ മന്തിൻ്റെ ചിക്കൻ, ഇതാ പിന്നെ പൊരിച്ച ചിക്കൻ, ഇതാ പിന്നെ ഇതാ സാലഡ്. ഇത്ര സാധനങ്ങളായിരുന്നു ഞങ്ങൾ. ഇനി പായസമൊക്കെ ഉണ്ട്. പായസം അപ്പം ഇപ്പം തന്നെ കുടിക്കണില്ല, കാരണം എന്താ വെച്ചാൽ കുറച്ചായിട്ടാണ് കുടിക്കുന്നത്. കാരണം ഞങ്ങൾ ഇപ്പം തന്നെ കുടിക്കുമ്പോൾ എന്താ ഫുഡ് കഴിച്ച പാടില്ലേ, അതുകൊണ്ട് ഇപ്പം കഴിക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ഡ്രസ്സ് എന്താ കാണിക്കാൻ മറന്നു. അപ്പോൾ ദർദൻ്റെ ഡ്രസ്സ് ഡൈലി വെയറാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ പുറത്തുമ്പോൾ ഡ്രസ്സ് മാറ്റും, അല്ലെങ്കിൽ ഇത് തന്നെ പോകും. ഞാൻ ഇത് കമൻറ്റ് ചെയ്തിട്ട് ഓക്കെ. അപ്പോൾ ഗൈസ്, ഫ്രൈസോടെ റെഡി വെച്ചിട്ട് നമുക്ക് പിടിച്ചു വെക്കാം. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ അത് നല്ല ശരിക്കും നല്ല ടേസ്റ്റിന് അടപ്പായസം എനിക്ക് ഇഷ്ടമാണ്. നല്ല ഇഷ്ടമുള്ള പായസമാണ് കടപ്പായസം. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പെരുന്നാൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ക്ഷീണിച്ചിരിക്കുന്നത്. അപ്പോൾ കുട്ടിയാണ് മേക്കോവർ ചെയ്യാം. വെറുതെ ഇരിക്കില്ല, ഒന്ന് മേക്കോവർ ചെയ്യാം. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഇന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഉമ്മാൻ്റെ മേക്കപ്പ് ഡ്രസ്സ് ഒന്നും തരുന്നില്ല, എത്ര രൂപയ്ക്കും തരില്ല. അപ്പോൾ ഉള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് ഇടാം. കുറച്ച് സാധനങ്ങളുള്ളൂ. ആദ്യം ഞാൻ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവട്ടെ ഞാൻ ഡിനിയിൽ. അപ്പോൾ ഗൈസ്, കുറച്ച് തട്ടിക്കൂട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ തട്ടിക്കൂട്ടുള്ള സാധനമൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് പിറന്നാൾ ഒന്ന് തുടക്കാനുള്ളത്. ഈ പെരവും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിതിവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത്. ആദ്യം തന്നെ കൺവെൻഷൻ ഇതെന്തായാലും ഉറപ്പായാലും പെരയും. ട്രൈ ചെയ്ത് നോക്കട്ടെ പെരയാതിരിക്കാൻ വേണ്ടി. അങ്ങനെ അറിയാതെ കയറ്റി വെച്ചിട്ടോ കൊണ്ടുപോയിക്കൊള്ളാം. ഇത് കണ്ടില്ലെല്ലാവരും അവിടെ കൺവിൻസായി. കൺവിൻസ് ഇങ്ങനെ പിടിക്കുന്ന പോലെ അല്ല, കാരണം വെച്ച് ഞാൻ ആഗ്രഹിച്ചിരുന്നതാട്ടോ. അതുകൊണ്ട് കുറേ കൊളാവലുണ്ടാവും. ഹിമ്മച്ചിട്ട് വരുമ്പോൾ ഒരു കൊളാവലും ഉണ്ടാവില്ല കേട്ടോ. ഇമാർക്ക് പിന്നെ അത് ശീലക്കാരം. പിന്നെ ഞാനൊരു ബ്ലഷാണ് ഇടുന്നത്. അത് ഞാൻ കിട്ടുന്നില്ല. ബ്ലഷ് ഇടാതാണ് എൻ്റെ ബ്ലഷ്. അതാണ് ബ്ലഷ്. തമിഴ് ഞാനീ
ഇടുന്നത്. നമ്മൾ ബ്ലഷ് ഇട്ടിട്ടുണ്ട്, കണ്ടോ? എൻ്റെ ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് നമ്മൾ നോയി എല്ലാതും കൂടെ കണ്ടപ്പോൾ ഇത് മറന്നതാട്ടോ. ഹൈബ്രോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഹൈബ്രോ തെറ്റിയിട്ടുണ്ട്, ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറുപ്പം മുടി വാരിയ ലിപ്സ്റ്റിക് ഇട്ടിട്ട് വരാം. ആദ്യം നമ്മളിതാ ലിപ് ബാം ഇടുകയാണ്. ഇതാണ് എൻ്റെ ലിപ് ബാം. സ്മെല്ല് നല്ല ഇഷ്ടമാണ്, കണ്ടാ? ലിപ് ബാം ഇട്ടിട്ടുണ്ട്. അടുത്തത് ലിപ്സ്റ്റിക്ക്. ഇതിൽ പേരിടുന്നൊരു കൺഫ്യൂഷൻ ഇതില്ല, ഇതെനിക്കിഷ്ടം. നോക്ക് ഇതാണ് ഷെയ്ഡ് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ഇട്ടിട്ടാ. കണ്ടോ ശരിയേ? അപ്പോൾ ഗായ്സ് നമുക്ക് മുടി വരാം. ഉണ്ട്, നമുക്ക് മുടി ബാക്കിൽ കെട്ടി നോക്കാം. കുറച്ച് ഇവിടുന്ന് എടുത്താൽ മതി, കുറച്ചെടുത്ത് നമുക്ക് ബാക്കിൽ കെട്ടാം. ദീദി കെട്ടുന്ന സ്റ്റൈലാണ് ഞാൻ കെട്ടുന്നത്. ദീദി കെട്ടുന്ന സ്റ്റൈല് നമുക്ക് മുന്നിൽ കുറച്ച് മുടി വരാം. കുറച്ച് ബ്ലഷ് കുറഞ്ഞോ എന്നൊരു ഡൗട്ട്. സാറിന് ഒന്നും കൂടെ ഉണ്ടോ? അല്ലെങ്കിൽ വേണ്ട, കുറഞ്ഞാലൊരു പ്രശ്നമില്ല. ഇതൊക്കെ മതി. എങ്ങനെയുണ്ട് എൻ്റെ ഫൈനൽ ലുക്ക്? ബ്ലഷ് കുറച്ച് കുറഞ്ഞേക്കണേ. ഞാൻ എന്തായാലും ആ ബ്ലഷ് എടുക്കണ്ട. ബ്ലഷ് കുറവാണെങ്കിൽ ഇതാ നമ്മളെ മെയിൻ താരം ലിപ്സ്റ്റിക് ഐഷാഡോയും ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യണം. പക്ഷെ ഞാനത് കുറച്ച് ഐഷാഡോ യൂസ് ചെയ്യുകയാണ്. കുറച്ച് ഐഷാഡോ യൂസ് ചെയ്തു. കൈമാക്ക് കൺവെഷൻ ഐഷാഡോ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. ക്യൂട്ട്നെസ് തോന്നിക്കോട്ടെ. അമ്മ ഉണ്ടാവും എന്താണ് ആദ്യം ബ്ലഷ് ഇല്ലാത്തതുകൊണ്ട് ലിപ്സ്റ്റിക് എടുത്തിങ്ങനെ എന്തൊരു എന്താ ഇളക്കുണ്ട്. ആ ഇളക്കളെ ഞാൻ നോക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് ആ ഇളക്കൽ കിട്ടുന്നതൊക്കെ? ഫൈനൽ ലുക്കിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഇങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഗൈസ്
ഇപ്പോഴത്തെ പെരുന്നാൾ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ഇപ്പച്ചി പുറത്ത് ഉണങ്ങി പുറത്ത് പോകുമ്പോൾ